സ്വർഗം സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വരെ ഉപവസിച്ചിട്ടില്ലാത്തവർ ഇനി ഉപവസിക്കാം. സഭയുടെ ദൈവപുരുഷന്മാർക്കും ആഗ്രഹമാണ് തങ്ങളുടെ സഭയിലായിരിക്കുന്ന വിശ്വാസികൾ ഉപവസിക്കണമെന്നുള്ളത്. കർത്താവ് ഭൂമിയിൽ നൽകിയിരിക്കുന്ന നമ്മുടെ കൽപ്പനകളിൽ ഒന്നായിട്ട് തന്നെ അതിനെ കാണണം. ഉപവസിക്കുക. ഉപവസിക്കുമ്പോൾ ഒത്തിരി ഹെവൻലി ബ്ലെസ്സിങ്സ് ഒക്കെ നമുക്ക് ലഭ്യമാകും. ഈ ഭാഗം ഞാനൊന്ന് തൊട്ട് ഞാൻ തിരുമേശയിലേക്ക് പ്രവേശിക്കാം. 51 അങ്ങനെയുള്ള ചില സുപരിചിതമായിട്ടുള്ളത് നമ്മൾ വായിക്കുന്നതിനാലും കൊണ്ട് മഞ്ഞിൻ്റെ ഹിമെന്ന് പറയുമ്പോൾ ഇച്ചിരി അങ്ങോട്ട് ഒരു നിങ്ങൾക്ക് അത്ര അപ്പം മഞ്ഞുപോലെ എന്നെ വെളുപ്പിക്കണം. നമുക്കറിയാം പല നിലകളിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ മിൽക്കുകൾ കിട്ടും അല്ലേ? കൗ മിൽക്ക്, ഗോട്ട് മിൽക്ക്, അങ്ങനെ പല മിൽക്കുകൾ കിട്ടും. എന്നാൽ നമ്മുടെ ഭാഷയിൽ വെള്ളയോട് നമ്മൾ ഉപമിക്കുവാൻ ഏറ്റവും ശ്രമിക്കുന്നത് പാല് പോലെ, രക്താംബരം പോലെ ചുവന്നിരിക്കുന്ന പാപങ്ങൾ. ഈ അഭിഷിക്തൻ പറയുകയാണ്, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നമുക്കിങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാം പാപരഹിതരാണെന്ന് നമ്മൾക്ക് അങ്ങ് പറയാൻ എളുപ്പമാണ്. നമ്മൾ ചിന്തിക്കണം, എൻ്റെ മകൻ, എൻ്റെ മകൻ, എൻ്റെ മകൾ, ഇപ്പം വിവാഹത്തിൽ കഴിഞ്ഞ് കുഞ്ഞുങ്ങളാകാത്തവർ ചിന്തിക്കണം, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഭാര്യ എൻ്റെ സ്വഭാവമാണെങ്കിൽ സ്വർഗത്തിൽ പോകുമോ? നിങ്ങൾക്ക് യെസ് പറയാൻ പറ്റിയെങ്കിലും നിങ്ങൾ പോവുള്ളൂ. നമ്മളെപ്പോഴും, ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, മറ്റൊരു ബിജുവിനെ ഞാൻ വെച്ച് തുലനം ചെയ്യും. എൻ്റെ ചിന്തയുണ്ടെങ്കിൽ അവൻ പോവോ? നന്നായി കഴുകി 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 ദിനം പ്രതിയുള്ള ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ദാവീദ് പറയുക, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. ഇതിവിടെ പറയുന്നുണ്ട്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ചിരിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കുക. എന്നിട്ടാ പറഞ്ഞത്, കർത്താവേ ഞാൻ പറയാ സന്തോഷവും ആനന്ദവും. അവിടെ പറയുന്നുണ്ട്, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കണം, തെറ്റിൽ സന്തോഷിക്കും. പ്രവാചകനായ നാഥാനെ ദൈവം അയക്കുകയാണ് ഈ ഭക്തൻ്റെ മുമ്പിൽ. സ്തോത്രം. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, എൻ്റെ ജീവിതത്തിൽ ജിക്സൺ എൻ്റെ ഒരു മകനെ പോലെ, അവൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ എനിക്ക് അവനോട് ഇതൊന്ന് കൺവേ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എടാ മോനെ, എടാ ഇതിലൊന്ന് നീ ക്രമീകരിക്കപ്പെടണമേ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. തമാശ. അപ്പം ഞാനിങ്ങനെ പറയാം, മോനെ ഈ ഭാഗങ്ങളൊന്ന് കറക്റ്റ് ചെയ്തോണേ എന്ന് പറഞ്ഞാൽ, ഞാൻ പാസ്റ്ററെങ്കിലേ, ഞാൻ 2 വർഷമായിട്ട് പാസ്റ്ററിൻ്റെ കൂടെയല്ലേ നടന്നേ, ആരെങ്കിലും എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? ഇല്ല. ഇത് കറക്റ്റ് ചെയ്യുക എന്ന് പറയാൻ പാസ്റ്റർമാർക്ക് ഭയങ്കര അരുളപ്പാടുണ്ടായി. നാഥാനോടും യോനായോടും അതിക്രമക്കാരെക്കുറിച്ച് നിങ്ങൾ വിളിച്ചു പറയാം. അപ്പോൾ ഈ നാഥാൻ ചെന്നിട്ട് ദാവീദിനോട് പറയുകയാണ്, നാഥാനെ നീ രാജാവൊക്കെ അല്ലേ, ഒരു കാര്യം പറയാമെന്നും പറഞ്ഞ് 1-2 ഇൻസിഡൻറ്റുകൾ പറഞ്ഞപ്പോൾ ദാവീദ് വസ്ത്രമൊക്കെ വലിച്ചു കയറിയിട്ട് പറഞ്ഞു, അവൻ ആരാ അല്ലേ? നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി, എന്നോടൊരു ദേഷ്യം, നിങ്ങളുടെ വീട്ടിലുള്ളവരോടൊരു ദേഷ്യം തോന്നുമ്പോൾ അത് മറ്റുള്ളവരാണെങ്കിൽ നമ്മളെങ്ങനെ അതിനെ കാണും? നമ്മുടെ വീട്ടിലുള്ളവരങ്ങനെയാണോ അതിനെ കാണുന്ന രീതിക്ക് വ്യത്യാസം. ഞാൻ അതിനെ തെളിച്ച് പറയാം, കുറച്ചുകൂടെ കൊണ്ടുവരാം. മറ്റുള്ളവരെ നമുക്കതിനെ വിധിക്കാൻ എളുപ്പമാണ് അല്ലേ? വിധിക്കാൻ എളുപ്പമാണ്. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കണമേ, നമ്മുടെ ഇൻ ആൻഡ് ഔട്ട് മറ്റുള്ളവർ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇൻ ആൻഡ് ഔട്ട്, ഇൻ ആൻഡ് ഔട്ട്. നിങ്ങൾ ചിന്തിക്കും നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന്. എല്ലാം എപ്പോഴും ദൈവം ദൈവത്തെക്കുറിച്ച് തന്നെ പറയുന്നത്, തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ പറ
എന്നാ ജോസ് തല കുലുക്കാനല്ല പറഞ്ഞു, പറ പറ പറ. ഞാൻ ഇങ്ങനെയാണതല്ലേ, തങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ താൻ ബലവാനെന്ന് ദൈവത്തിന് ആരെ കാണിക്കേണ്ടതിന്? എന്നെ കാണിക്കേണ്ടതിന് എൻ്റെ 7 കണ്ണും ഭൂമിയിലെങ്ങും ഊടാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോൾ കർത്താവിനറിയാം ഈ പോക്ക് ശരിയല്ല, ഇങ്ങോട്ട് തിരിയുമ്പോൾ കർത്താവിനറിയാം ഈ പോക്ക് ശരിയല്ല. നേരായ പാതയിലൂടെ നടക്കുമ്പോൾ ദൈവം നമ്മളെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കും. ഈ അഭിഷിക്തനോട് വന്നിട്ട് പറഞ്ഞു, യു ആർ റോങ്, നീ ശരിയല്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ സങ്കീർത്തനമൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ ടെലിഫോണിലും നമ്മൾ ദൂരെയുള്ള ചർച്ചിലോട്ടൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഇരുന്ന് വായിച്ച് വെച്ച് ചിന്തിക്കും, ഈ വ്യക്തിയോട് ഈ വാക്ക് പറഞ്ഞാൽ അല്ലേ. നമ്മൾ എല്ലാവരുടെ ഫോൺ നമ്പറൊന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല, ചിലരൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ സീക്രട്ട് അറകളിലല്ലേ. പാസ്റ്ററെ, ഞങ്ങൾക്ക് പഴയ ആത്മീക സന്തോഷം ബിജു പാസ്റ്റർ ഇപ്പം ചില കുത്ത ഒരു സൺഡേ അവിടെ വന്നോട്ടെ അല്ലേ. അപ്പോൾ ഞാൻ അടുത്ത ആളെ പിടിച്ചു, മക്കളെ ചെറിയ ചായ്വ് എങ്ങോട്ടോ മാറിയിട്ടുണ്ട്. ഒന്ന് ഇതിനകത്തൊരു സത്യം കൂടെ നിങ്ങൾ നോക്കണമേ. നിങ്ങളിൽ ആരും ഞാനിത് പറയില്ല, ഈ സങ്കീർത്തനം എന്നെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഹേമിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഈ എപ്പോഴാണെന്നറിയോ നമുക്കൊരു, എൻ്റെ ഭാഷ പറഞ്ഞു, വികൃതി തോന്നുന്നത് ഏറ്റവും നമുക്ക് ഇളച്ചു കിട്ടിയവരായിരിക്കും നമ്മൾ. അവിടെയാണ് നമുക്ക് കുസൃതി. ആ പ്രാപിച്ചതിൻ്റെ ഒരു കുറച്ച് നാളുകൾക്കകം തന്നെ ഉണ്ടല്ലോ ഒരു ദൈവപ്രസാദകരമല്ലാത്ത ഒരു പ്രവൃത്തി അവരിൽ നിന്നുണ്ടാകും. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ 5 വർഷം പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഒരു തലമുറയെ നേടിയത്. 10 വർഷമൊക്കെ ദൈവസന്നിധി മുട്ടുമേൽ ഇരുന്നിട്ടായിരിക്കും ഒരു 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 കുഞ്ഞിനെ ലഭ്യമായത്. സ്തോത്രം. പ്രാർത്ഥിച്ചത് ആൺപൈതലിനാണ് ലഭിച്ചെങ്കിൽ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ പെൺപൈതലിന് വേണ്ടിയിട്ടാണ്. അവിടെ കർത്താവ് ഒരു ഫേവർ കാണിച്ചില്ല. സ്തോത്രം. അപ്പം നമ്മൾ ഇതിൻ്റെ മേൽ ഭയങ്കരമായിട്ട് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ അറിയാം. സ്തോത്രം. ഒത്തിരി അനുഭവങ്ങൾ അറിയാം. പല പ്രാവശ്യങ്ങൾ, പല ഫെയിലിയേഴ്സ് വന്നിട്ട്, പല അബദ്ധങ്ങളിൽ വന്നിട്ട്, പല തെറ്റുകളിൽ വന്നിട്ട് എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞാൽ നമ്മൾ ശരിയാവും. പക്ഷെ ശരിയായി കഴിയുമ്പോൾ ഉണ്ടല്ലോ കർത്താവിന് മുമ്പിൽ തൻ്റെ പ്രകൃതി വെളിപ്പെടുത്തും. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു ചിന്ത പോലും. ഇതെന്നാ നമുക്ക് പറ്റുന്നതെന്നറിയോ? നമുക്കിതെല്ലാം അറിയാമെന്ന് എവിടെയോ ഒരു തോന്നലായിപ്പോയി. എല്ലാം എനിക്കറിയാം. നമ്മളങ്ങ് വലിയ വ്യക്തിയായി അല്ലേ. എനിക്കറിയാൻ മേലാത്ത ഒന്നുമില്ല ഭാഷേ. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ബിഗ് സീറോയാണ് സ്പിരിച്വൽ റലത്തിൽ നമ്മൾ അവരെ ഒന്ന് മെഷർ ചെയ്യുമ്പോൾ. സ്തോത്രം. ഒരു 2010 ബന്ധത്തിൽ ഞാൻ ഒരു വഴിക്ക് പോകും, ഒരു അഭിഷിക്തനെ കൂട്ടി. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി സംസാരക്കാരനാണെന്ന് എങ്ങനെ ഒരു കിട്ടി. അല്ല, അദ്ദേഹത്തിന് എന്നെ അറിയാവുന്ന ആളാണ്. നമ്മൾ ജിക്സനോട് ഇപ്പം നമ്മൾ മിണ്ടായിരിക്കുകയാണ്, എന്തോ ചെയ്യണമെന്ന് ചോദിക്കുമല്ലേ അല്ലേ. അപ്പം എന്ന് പറയുന്നത് പോലെ അപ്പം ഞാൻ ചോദിച്ചു, എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമെന്ന് എന്താ നിർബന്ധം? പുള്ളി പറഞ്ഞൊരു പദം എന്നെ എപ്പോഴും ചിന്തിപ്പിക്കും. അകത്തെന്തുണ്ടെന്നൊന്നറിയാനാണ്. അകത്ത് എന്തുണ്ടെന്നൊന്നറിയാൻ താല്പര്യമെന്ന് അറിയാം. ആത്മനടത്തിപ്പുള്ളവനാണോ, ജഡീക നടത്തിപ്പുള്ളവനാണോ, മനസ്സും കൊണ്ട് നടക്കുന്നവനാണോ, അതോ ലോകപ്രകാരമുള്ളവനാണോ എന്ന് 5 മിനിറ്റ്സ് മതിയെന്ന്. അതുകൊണ്ടാണ് സംസാരിക്കാൻ പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ നടക്കുമല്ലോ വണ്ടിയല്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം മനസ്സിലായെന്ന്. അതായത് റിബല്യസ് ക്യാരക്ടറാണ്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ റിയലിയാ എല്ലാ പാസ്റ്റേഴ്സും അവർക്ക് സ്വർഗീയ ദൈവം നൽകിയിരിക്കുന്ന ഡിസേണിങ് സ്പിരിറ്റ് വെച്ച് നമ്മളൊന്നും വേറാർത്തി അവരെവിടെ വരെ എത്തിയിട്ടുണ്ട്. സ്തോത്രം. ഞാനങ്ങനെ പേഴ്സണലി വിളിച്ച് നിങ്ങളോടൊന്നും അങ്ങനെ പറയാറില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും. പറഞ്ഞതിനെ ആ ദൈവപുരുഷനുണ്ടല്ലോ കേട്ടിട്ട് അങ്ങ് എന്താ പറയുക, അദ്ദേഹത്തോട് അങ്ങ് നീ പോടാ, ഞാൻ രാജ്യത്തിൻ്റെ രാജാവ്, അവനെ വെട്ടിക്കൊല്ലാനൊന്നും പറഞ്ഞില്ല. അവിടെ സംഭവിച്ചതാണ് ഈ സങ്കീർത്തനം അല്ലേ. ഒരു ഭക്തൻ വന്ന് തൻ്റെ കുറവുകളെക്കുറിച്ച് ഒരു പ്രവാചകൻ വന്ന് ഭക്തനോട് പറഞ്ഞപ്പോൾ ഒരു ഈടുറ്റ സങ്കീർത്തനം പുറത്തു വന്നു. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. അങ്ങനെയാണെങ്കിൽ കുറവുകളെ കാണിക്കുമ്പോൾ
പ്രവാചകനോട് പിണക്കമാണോ ദൈവത്തോട് സ്നേഹം കൂടിയിട്ട് ഏറ്റവും ഈടിട്ട പാട്ടുകൾ പുറത്തു വരുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവിന് ഏറ്റവും പ്രസാദകരമായിട്ടുള്ളത് കൊടുക്കണം. 1 തിമോത്തി 2:8 അതുകൊണ്ട് പുരുഷന്മാരെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ കേട്ടിട്ടുള്ളൊരു പദമാണല്ലോ. അതുകൊണ്ട് പുരുഷന്മാരെ കര ഉയർത്താൻ പറയുമ്പോൾ കര ഉയർത്തിയില്ലെങ്കിൽ എന്തോ സംതിങ് റോങ്. ഒന്ന് കര ഉയർത്തിക്കുക. പെട്ടെന്ന് കര ഉയർത്താൻ പറഞ്ഞാലും ഒന്ന് ഉയർത്തി വരാൻ ഇച്ചിരി സമയമാണ്. സ്തോത്രം. കര അടിക്കാൻ പറഞ്ഞാൽ ഉണ്ടല്ലോ, കരം അറിയാതെ പറ്റുന്നതാണ്. കര അടിക്കാൻ പറയുമ്പോൾ കര അറിയാതെ പുറകെ പോവും. നൃത്തം ചെയ്യാൻ പറയുമ്പോൾ സ്റ്റാൻഡ് സ്റ്റില്ല്. ഇതിങ്ങനെ അത് എന്നറിയോ, നമ്മളിലൊരു ക്യാരക്ടറുണ്ട്. ഇത് വികൃതിയുടെ ക്യാരക്ടറാണ്. ഇതിനെ നിങ്ങൾക്ക് ആത്മാവിൽ മെരുക്കാൻ പറ്റിയില്ലെങ്കിൽ ആരെ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പോകല്ലോ. എൻ്റെ ഒരു അഭിപ്രായം, ഭാര്യയോട് പറയണം യു ആർ ബെസ്റ്റ്. അവൾ എന്ത് കാണിച്ചാലും പറയണം നീ. കാര്യം നമുക്ക് സ്വയം നന്നാകാൻ പറ്റുന്നില്ല. ലോകക്കാരെ മുഴുവൻ നമ്മൾ നന്നാക്കും. ഭാഷ നോക്കുമ്പോൾ മുഴുവൻ ആ വ്യക്തികൾ റോങ്ങുക. ദൈവത്തിൻ്റെ മുമ്പിൽ അന്തർഭാഗത്തിലുള്ള സത്യത്തെ അറിയുന്ന ദൈവമേ, ഭക്തൻ പ്രാർത്ഥിക്കുക, എനിക്ക് നമ്മുടെ ഭാഷ പറഞ്ഞ സുബോധം തരണമേ, തെറ്റു പറ്റിപ്പോയി. നല്ലൊരു സങ്കീർത്തനം എഴുതിയിട്ട് പറഞ്ഞു, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ ശക്തിക്ക് പുതുക്കണമേ. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ ഇവിടെ തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, അതുകൊണ്ട് പുരുഷന്മാരെ നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിപ്പീൻ. ഈ ലാസ്റ്റ് ലേഖനം, whenever we are lifting our hands, നമ്മളെപ്പോഴൊക്കെ നമ്മുടെ കരങ്ങളെ ഉയർത്തുന്നു, ഹെവൻലി റലങ്ങളെ റിലീസ് ചെയ്യുക. നമ്മളിത് അറിയണം. നമ്മൾ കരം അടിക്കാൻ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മുടെ സംസ്കാരത്തിലുള്ളതാണ് കരമ കാര്യം. നമുക്ക് പക്ഷെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത സംസ്കാരത്തിലുള്ള ഫുഡും രീതികളോ വീട്ടിൽ, അത് കുഴപ്പമില്ല. ഒരു കൊച്ചു കേരളമുണ്ട് ഭവനത്തിനകത്ത്. ആരാധനയുടെ കാര്യം പറയാം, ഞങ്ങളുണ്ടല്ലോ, ഒരു മൊണോട്ടോണസ് എന്നുള്ള ഇംഗ്ലീഷ് പദമാണെന്ന് തോന്നുന്നു. അതായത് ഞങ്ങൾ ദൈവം നോക്കുമ്പോൾ അനങ്ങാതെ നിൽക്കുന്നത് എന്നെ ഇഷ്ടം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കരമടിച്ച് ആരാധിക്കണം. നിങ്ങളെ കരമൊക്കെ ബന്ധിച്ചിരിക്കുന്നതുണ്ടല്ലോ, അടുത്ത തലത്തിലേക്ക് ഉയരാതിരിക്കാൻ ബന്ധിക്കപ്പെട്ട ചൂട് നീ കത്തിക്കുന്നേയില്ല, അല്ലേ? സ്തുതിച്ചാട്ടെ. നമുക്കറിയാം, കരങ്ങളെ ഉയർത്തുമ്പോൾ, കരങ്ങളെ അടിക്കുമ്പോൾ കയ്യെ എന്താ പറഞ്ഞേ, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ ഇരിക്കുക. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഇപ്പം വിളിക്കാറില്ല. എന്നറിയോ, ഞാൻ പിടിക്കുമെന്നറിയാം. സത്യം. ഇപ്പം പിന്നെ അതുകൊണ്ട് പ്രെയർ കോൾ കുറവാണ്. സെല്ലിഡേഴ്സിനാണെന്ന് തോന്നുന്നു തൊന്തറ ഇപ്പോൾ, അല്ലേ? എല്ലാവരും സ്തോത്രം, ഹല്ലേലൂയ. സെല്ലിഡേഴ്സ് മാതൃകയുള്ളവരായിരിക്കണം, അല്ലേ? പ്രാർത്ഥനക്കാരായിരിക്കണം. അവരുടെ നടപ്പ് വളരെ പ്രാധാന്യമാണ്. എന്നോട് ചോദിക്കാറുണ്ട് ഇതൊക്കെ. കഴിഞ്ഞ ദിവസം ഞാനൊരു പാസ്റ്റർക്ക് മെസ്സേജ് ഇട്ടു, നമ്മുടെ തന്നെ ചർച്ചിലുള്ള. എന്നോട് പറയും ഇവിടെ അങ്ങനത്തെ വിഷയമൊന്നും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു, വിഷയം ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. സ്തോത്രം. കര അടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ കര അടിക്കണം. ഞാൻ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടാലേ അറിയാം. ഇവന് ASDS GF സെമിക്കോളൻ ഇപ്പറേന്ന് എങ്ങനെയാണ് ആ സാധനം എനിക്ക് അറിയത്തില്ലെന്നറിയാം. കാര്യം ഇത് പഠിച്ചാൽ ഒരു ദിവസം പോയായിരുന്നു. ഒരു ദിവസം വിട്ടപ്പോൾ ASDF സെമിക്കോളൻ ഇവിടെ എന്തൊക്കെയുണ്ട്, LKG. ഇതെനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ടൈപ്പ് ചെയ്യാനിരിക്കുമ്പോൾ സുജ പറയാണ്, ഗോഡ് ഈസ് മൈ ഷെപ്പേർഡ്. ഒറ്റ വിരലും നമ്മൾ മുഴുവൻ പരിപാടി നടത്തും. ഷെപ്പേർഡ് അടി പറ അടുത്ത്. പക്ഷെ അറിയാവുന്ന അടുത്ത് കര അടിക്കുന്ന കാണുമ്പോൾ അറിയാം ഇവൻ്റെ കുടുംബത്തിൽ നിന്ന് ഇത് ബന്ധിക്കപ്പെട്ടതാണെന്ന്. ഇവൻ്റെ ബാപ്പ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ മതിയടാ. കര അടിക്കുന്നൊരു രീതിയുണ്ട്. ഞാൻ ഉപവാസ പ്രാർത്ഥനയിലിരുന്ന് എല്ലാവരുടെയും കരയോട് ശ്രദ്ധിച്ചു. സത്യം പറയുമോ, ഇത്തവണ അതൊക്കെയായിരുന്നു പരിപാടി. സ്തോത്രം. ചെല്ലടിക്കുന്ന അറിയോ, പിന്നെ 2 മിനിറ്റ് എവിടെ സജീവ ഇങ്ങനെ നോക്കുക. സൂമിലൂടെയാ ഇത്. എനിക്ക് നന്നായി കരമടിച്ച് പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ കൃപ ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ കൊണ്ട് അടിപ്പിക്കേണ്ടത് കാണേണ്ടവൻ കാണണം. സ്തോത്രം. ഒന്ന് കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കരം ഉയർത്തുമ്പോൾ ഹെവൻലി പവറിന് റിലീസ് ആവുകയാണ്. ഈ ഭൂമിയിൽ തുഴഞ്ഞിട്ട് നടക്കാത്തതിനെ
ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാൽ നമുക്ക് നേടാൻ കഴിയും. ഫോർ ആൻ എക്സാമ്പിൾ, നമുക്കറിയാം ബ്ലസൻ്റെ അക്സയുടെയൊക്കെ ആ ജീവിതത്തിൽ അല്ലേ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ തീക്കട്ടെ നടക്കുന്ന പോലെയായിരുന്നു നടന്നത്, അല്ലേ? നിങ്ങൾ നടന്നില്ല, നമ്മൾ നടന്നല്ലേ മക്കളെ? തീക്കട്ടയുടെ മുകളിൽ കൂടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് നടന്നെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ദൈവമേ, എന്നിട്ട് ഞങ്ങൾ ഇന്ന് പറയുകയാണ് കർത്താവിൻ്റെ നാമം ചൊല്ലി കുഞ്ഞിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. ജെർമിയ എന്നവർക്ക് ആത്മാവിൽ ഒരു പേര് കിട്ടും, അതും കുഞ്ഞിനിടാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കുഞ്ഞ് ജനിച്ചു, അവരാദ്യം നോക്കിയത് എന്തൊക്കെയാണെന്ന്. ഇനി നമ്മൾ ചിന്തിച്ച് നോക്കി, അവരുടെ ഞാൻ അവരെ എനിക്കുള്ള ചെറിയാനായതുകൊണ്ട് ഞാൻ പറഞ്ഞത് അല്ലേ, അവരുടെ ജീവിതത്തിൽ നിന്ന് ചെറിയ ഒരു വികൃതി വന്നാൽ മതി. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു മില്ലിമീറ്ററിൻ്റെ അല്ലേ മക്കളെ, ഒരു മില്ലിമീറ്ററിൻ്റെ വികൃതി വരാൻ പാടില്ല. എന്നാണെന്നറിയാവോ? അവരെ ദൈവം ഈ സഭയിൽ ഏറ്റവും വലിയ സാക്ഷികളായി നിർത്തിയിരിക്കുക. ഏറ്റവും വലിയ ഇങ്ങനെയുള്ള അനർത്ഥങ്ങളുടെ ഭവനങ്ങളിലൊക്കെ വരുമ്പോൾ അവർ എന്നിട്ട് പറയും, നത്തിങ് ടു വറി, ഗോഡ് ക്യാൻ ചേഞ്ച് ദ സിറ്റുവേഷൻ വെയറെവർ ഇറ്റ് ഈസ് ഇൻ വൂം, നോ പ്രോബ്ലം, വി ആർ ദ വിറ്റ്നസ്. അത് പറയാൻ കഴിയണം നമുക്ക്, അല്ലേ? നമ്മൾ സാക്ഷികളാണത്. നമ്മൾ ചിലതിനൊക്കെ ഉണ്ടല്ലോ ആത്മനിറവിൽ പറഞ്ഞ് ഇന്ന് പാസ്റ്റർ ഇങ്ങനെ ലീഡ് ചെയ്ത് പറഞ്ഞു, പാരമ്പര്യ പോരുകളോട് പറയണം, we will break it. ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ, മറ്റേതെല്ലാം സിനോപ്റ്റിക് ബൈബിൾസ് ആണ്. ഏതാ? മർക്കോസ്, ലൂക്കോസ്, മത്തായി. ഇത് യോഹന്നാൻ വേറിട്ട് എഴുതുക. അതിൽ കാൽ കഴുകണം, ഇതെല്ലാം കർത്താവ് മാറ്റിയിട്ട് പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം, കർത്താവിൻ്റെ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കപ്പെടണമെങ്കിൽ നമ്മൾ കണ്ടതായിരിക്കത്തില്ല നടക്കുന്നത്, കേട്ടതേ ആയിരിക്കത്തില്ല. സ്തോത്രം. എല്ലാവരും നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറക്കപ്പെട്ടവരല്ല. ആണോ പാസ്റ്ററേ? ആണോ പാസ്റ്ററേ? ആണോ? അല്ല. നമ്മൾ ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. നമ്മൾ അനുഭവിച്ചിടത്തോളം ദൈവം വീതിച്ചിടാൻ ഭാഷ കഴിഞ്ഞ പോലെ, എൻ്റെ മക്കളെ, കേരളത്തിൽ ചിക്കൻകുണ്ടി മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ 1000 അസുഖങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ചൂണ്ടയിട്ട്, എൻ്റെ ഭാഷ പറയുകയാണ്, ചൂണ്ടയിട്ട് വലിച്ച് യുണൈറ്റഡ് കിങ്ഡത്തിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിക്രമക്കാരുടെ കൂടെ ആണെന്ന് തോന്നിയാൽ ദൈവം നമ്മളെ പിടിക്കും. എന്തിനറിയോ? അനുസരണയുടെ സ്വഭാവം നമ്മളിൽ നിന്ന് വന്നേ പറ്റുകയുള്ളൂ. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. അതുകൊണ്ട് പറയണേ, കരം ഉയർത്തുമ്പോൾ ഹെവൻലി ബ്ലെസ്സിങ്സ് റിലീസ് ആവുകയാണ്, ഹെവൻലി റിലം ഓപ്പൺ ആവുകയാണ്, ഹെവൻലി പവർ എൻ്റെ മേൽ പതിക്കുകയാണ്. അപ്പോൾ ഞാൻ അസാധാരണക്കാരനായി തീരും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കര അടിക്കുന്ന ഒറ്റ പാട്ടിൽ തന്നെ. ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ ഒരു ചർച്ചിൽ ആദ്യം ചെയ്ത് നമുക്കൊരു സർവ്വ സൃഷ്ടികളും ഒന്നായി പാടി താഴ്ത്താടി, ഇതാണെ അറിയാം, ഇവനെ ശരിയാക്കേണ്ടതുണ്ട്, അല്ലേ? പാസ്റ്റർക്ക് ജോലി കൂടുക. പക്ഷെ അതിനോട് ചേർന്ന് ഇങ്ങനെയൊക്കെ കര അടിച്ച് നിൽക്കുകയാണെങ്കിൽ പറയും, കർത്താവേ, ശുശ്രൂഷ എത്ര ഈസിയായി. ഒന്ന് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടെ, ഒന്നും കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് പറയണം, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരോട് ഭർത്താക്കന്മാർ ചെന്ന് ചോദിക്കണം, എടി ഞാനോ അതാ എപ്പോഴും ഇഷ്ടം, എന്നാൽ ഒന്ന് കറക്റ്റനിങ് ചെയ്യാമോ? ഇഷ്ടപ്പെടത്തില്ല. എന്നെ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് വിവരം അറിയാം. ഞാൻ പറഞ്ഞതാ. ഭാഷ ഇതൊക്കെ പറഞ്ഞാൽ ഭാഷയുടെ ഞാൻ സ്വഭാവം എനിക്കിഷ്ടമില്ല, മൂരാച്ചി സ്വഭാവം എന്ന് പറഞ്ഞാൽ പറയും കുഴപ്പമില്ലടാന്ന് പറയും, സഹിച്ചാളം പറയും. കറക്റ്റനിങ് ആർക്കും ഇഷ്ടമില്ല. നമ്മളെ കറക്റ്റ് ചെയ്യാൻ പോയാൽ, പക്ഷേ ഈ ബൈബിൾ മുഴുവൻ കറക്റ്റനിങ്ങാണ്, എപ്പോഴും കറക്റ്റനിങ്ങാണ്. ചിലർ പണ്ട് ഞങ്ങൾ താമസിച്ച വീട്ടിൽ, ഞാനും സൂചി ഞങ്ങൾ താമസിച്ച വീട്ടിൽ ആ സഹോദരി പറഞ്ഞു, ഞാൻ പ്രവാചകനോടൊപ്പം വരത്തില്ലെന്നും, ഞാൻ ആരാധനയ്ക്കൊന്നും അങ്ങനെ പോകത്തില്ല, ഞാൻ പ്രസംഗം അധികം കേൾക്കത്തില്ല, കാര്യം ഇത് മുഴുവൻ കേൾക്കുന്നത് കൂടുന്നതിനനുസരിച്ച് ശിക്ഷ കൂടുന്നു വചനത്തിലുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരിക്കുമെന്നു. ഞങ്ങൾ നാട്ടിൽ അറിയുന്ന ആണ്ടിന് കുഴപ്പം, എൻ്റെ പൊന്നുമോളെ അങ്ങനെയല്ല, വാ ഇല്ല ചോദിച്ചാൽ ഞാൻ വരത്തില്ലെന്ന് പേടിക്കുണ്ട്. പ്രവാചകനോടൊപ്പം ഞങ്ങളുടെ ലിവർപൂൾ ചേർത്ത് ആൾ വരത്തില്ല, കീറി മുറിക്കുന്നു. എന്നാൽ ഇന്ന് കാണുന്നു, എന്നോട് ഇന്നാൾ കഴിഞ്ഞോണമെന്ന് ഏതൊരു ഭാഷ പറഞ്ഞു, ഒരു ഹെലികോപ്റ്റർ, ഞാൻ പറഞ്ഞു അതിൻ്റെ ചിറക ഞാനിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. സ്തോത്രം. നമ്മളെ തലയാക്കാമെന്ന് പറഞ്ഞാൽ ഇഷ്ടം, എന്നാൽ മോനെ നീ ക്രമപ്പെടണമെന്ന് പറഞ്ഞാൽ പ്രശ്നം. ഈ ഉപവാസ പ്രാർത്ഥനകൾ സഭ ക്രമീകരിക്കുന്നത് എന്തിനാണെന്നറിയാവോ ദൈവമക്കളെ? നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൻ്റെ അത്ര എനിക്ക് അറിയത്തില്ലെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയാം ഓരോരുത്തരുടെയും. ഞാനത് നിങ്ങളുടെ പാസ്റ്ററാ, അല്ലേ?
നിങ്ങളെ വർഷങ്ങളായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവപുരുഷൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ നിങ്ങൾ പറയും എനിക്കും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ എനിക്കറിയാം. ആരാം രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എലീശയോട് ആരാം രാജാവ് വിളിച്ച് പറഞ്ഞിട്ടൊന്നും അല്ല നടത്തിയത്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനറിയാം ഇത് അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം, അല്ലേ, ഇത് അവൻ്റെ ജീവിതത്തിൽ നടക്കപ്പെടണം. അപ്പം നമുക്കറിയാം ഇന്ന വിഷയങ്ങളിലൊക്കെ അവർക്ക് ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്, അവർ പ്രാപിക്കേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങുന്നതിനൊക്കെയാണ് ഈ ഉപവാസം സഭ പ്രഖ്യാപിക്കുന്നത്. സ്തോത്രം. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ ഉപവസിച്ചവർക്കറിയാം, നമ്മൾ പ്രഖ്യാപിച്ചു. ഇനിയും തൊട്ട് ഉപവാസം നമ്മൾ പ്രഖ്യാപിക്കാൻ സഭ പ്രസിദ്ധപ്പെടുത്താനൊന്നും വെയിറ്റ് ചെയ്യരുത്. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. വിസ റിജക്റ്റ് ആയിട്ടുള്ളവർ പലരും ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങളോട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണ് ഉപവസിച്ചത്? അപ്പനും അമ്മയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണ് ഉപവസിച്ചത്? കുഞ്ഞുങ്ങൾ ദീനമായി, ഡോക്ടർ പറയാണ് എന്തോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമേ, നമുക്കൊരു CT-യും ഇതും ചെയ്യണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു കുഞ്ഞിൻ്റെ പരപ്രേരണ വേണ്ടെന്നേ. നമ്മൾ അവിടെ ഹോസ്പിറ്റലാണോ നോക്കത്തില്ല, അവിടെ മുട്ടുമയിലിരിക്കും. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിടല്ലേ, അല്ലേ? രക്തം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു പ്രവാചകം എന്ന് പറയുകയാണ്, ദൈവത്തിൻ്റെ സന്നിധി മുട്ടിടാൻ പറഞ്ഞാൽ മുട്ടുമുടക്കുമല്ലേ? മുട്ടല്ല, അങ്ങടെ നേടുമ്പാട് വീഴും. ദൈവം നമ്മളെ ഉണ്ടല്ലോ കൃപ കൊണ്ട് അങ്ങ് മൂടിയിരിക്കുന്ന ദൈവമക്കളെ, കരുണ കൊണ്ട് മൂടിയിരിക്കുന്നതാ. കരുണ കൊണ്ട് ദാവീദിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു അപ്പർമോസ്റ്റോട് ഞാൻ പറഞ്ഞ് എളുപ്പം അങ്ങ് തിരുമേശയിലേക്ക് പ്രവേശിക്കാം. അവിടെയൊരു നീതി എന്ന ആ ഭാഗം ഒന്ന് വായിച്ച മക്കളെ. എളുപ്പം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ. നീതി, ന്യായം, ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം നിങ്ങളൊന്നേ. നിങ്ങൾ കേട്ടോണമെന്ന്. ഇതിൽ നടക്കുന്നൊരു സംഭവം നമ്മൾ ഇന്നത് പ്രാർത്ഥിച്ചാൽ പോരാ. ഇത് പ്രാർത്ഥിക്കുന്ന കാലം അത് അറിഞ്ഞ് പ്രാർത്ഥിക്കണമേ. ഇവിടെ ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ചു, പുസ്തകം മടക്കിയോ? നീതി, ന്യായം, അതായത് നീതിയിലുള്ള ന്യായം നടപ്പിലാക്കണമേ. ഇതാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. ഒന്ന് കര ഉയർത്തി സ്തോത്രം ചെയ്തേ. നീതിയാലുള്ള ന്യായം എൻ്റെ ജീവിതത്തിൽ നടക്കണം. ഇതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, ന്യായം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ. എന്തോ ന്യായം? ന്യായപ്രമാണം ആണോ? അപ്പം ന്യായപ്രമാണത്തിലൂടെ എനിക്ക് നീതീകരണം വേണം. ഇതാണ് ഭക്തൻ്റെ പ്രാർത്ഥന. നിങ്ങളൊന്ന് വളരെ അതിനെ ഒന്ന് വായിച്ചാൽ അങ്ങനെ അതിൻ്റെ അർത്ഥം. ന്യായപ്രമാണത്തിൽ കർത്താവെ എഴുതിയിരിക്കുന്ന തെറ്റുകുറ്റം എന്നെ ശിക്ഷിക്കരുതേ. അപ്പം ന്യായമായിട്ടുള്ള ന്യായപ്രമാണത്തിലുള്ള നീതീകരിച്ച് എന്നെ നീതീകരിക്കണമേ, ന്യായപ്രമാണ പ്രകാരം. അപ്പം ന്യായമെന്ന് പറഞ്ഞത് എന്താ? ന്യായപ്രമാണം എന്ന് പറഞ്ഞത് എന്താണ്? ദ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ലോ, പഴയ നിയമമാണ്. നിയമപ്രകാരം ഞാൻ തെറ്റുകാരനാണെങ്കിലും നീ എന്നെ നീതീകരിക്കണമേ. ഭക്തൻ പ്രാർത്ഥിച്ചത് ആ ലെവലിലാണ്. ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ന്യായത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുക, ന്യായവിസ്താരത്തിലപ്പാ നീ എന്നെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ വാക്യങ്ങളൊക്കെ? ന്യായവിസ്താരത്തിൽ പ്രവേശിച്ചാൽ തീർന്നു. അപ്പം നീ എന്നെ കർത്താവേ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത് എന്നാണ് പ്രാർത്ഥിച്ചത്. അതായത് ദ കവനന്റ്, ദ ലോ പ്രകാരം നീ എന്നെ വിധിച്ചാൽ തീർന്നു കഥ. നിങ്ങൾ ആ സങ്കീർത്തനം പിന്നെയും വായിക്കണം. കർത്താവേ എന്നെ ന്യായവിസ്താരത്തിൽ അതിലോട്ട് എന്നെ കേട്ടില്ല, അതിൽ പ്രവേശിച്ചാൽ ഞാൻ തീർന്നു. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ക്കണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ക്കണമേ. ഞാനിതൊന്ന് തെളിയിച്ചിട്ട് ഞാൻ നിർത്താം മക്കളെ. നിങ്ങളുടെ വീടുകളിൽ മക്കളുള്ളവരെന്താ കൈ ഉയർത്തിക്കേ? മക്കളുള്ളവരെന്ന് കര ഉയർത്തിക്കേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാർ അല്ലെങ്കിൽ മക്കളായിരിക്കണം, അതാ നല്ലത്. ഈ മകനോ മകളോ കൊച്ചു പിള്ളേരാണ്. അവർ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാനതിനെ എനിക്കറിയാം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ അങ്ങ് ഡൈജസ്റ്റ് ആകത്തില്ല, ഓൺലൈനിലായിരിക്കുന്നവർക്കും. നമ്മൾ നോക്കുമ്പോൾ സംതിങ് റോങ്, എൻ്റെ മകനിൽ എൻ്റെ മകളിൽ സംതിങ് റോങ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സം ഫിഷി സ്മെല്ല്. നമ്മളൊന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ, ഡിഡ് യു ടേക്ക് എനി കൈൻഡ് ഓഫ് ആൽക്കഹോൾ? നമ്മൾ ചോദിക്കും, ഡിഡ് യു ടേക്ക് സിഗരറ്റ്, നിക്കോട്ടിൻ, ആൽക്കഹോൾ? കുറച്ചുകൂടെ ചോദിച്ചാൽ പറയും സ്മെല്ലില്ല, ടേക്ക് എനി ഡ്രഗ്. നമ്മൾ ചോദിച്ചേ പറ്റുള്ളൂ. അൺനാച്ചുറലായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയണം മക്കളുടെ വിഷയത്തിൽ.
അപ്പോൾ എൻ്റെ മകനെന്നുള്ള രീതിയിലായിരിക്കട്ടെ, റൂബൻ ഒരു ദിവസം വരികയാണ്, സംതിങ് റോ ആടിയാണ് വരുന്നത്. ആസ് എ ഫാദർ, നിങ്ങളോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഹലോ, ഒന്ന് ശ്രദ്ധിച്ചേ, മറ്റ് ബിസിനസ് എല്ലാം ഒന്ന് നിർത്തിക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയതായിട്ട് കല്യാണം കഴിച്ചവരാകട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു 5 വർഷത്തിനകത്ത് നിൽക്കും, നിങ്ങളുടെ ഹസ്ബൻഡുമാർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അല്പം മദ്യപിച്ചിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? അല്ല നിങ്ങളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല, ഒരു മിസ്ബിഹേവിങ് നിങ്ങളോട് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്നാണെന്നറിയോ? ഇതാ ദാവീദ് അവിടെ ചെയ്തത്. എൻ്റെ കുഞ്ഞായിരിക്കട്ടെ, അവനിങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, ഞാൻ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ട്, വാതിലുണ്ട്, കേരള അകത്തെന്ന് പറയും അല്ലേ? എന്താ പറഞ്ഞത്? ഇങ്ങനെ വാതിൽ തുറന്നു, കേരള അകത്ത് കയറ എളുപ്പം വാതിലടയ്ക്കും. പിന്നെ സാക്ഷാൽ എൻ്റെ ഭാര്യ വന്ന് എൻ്റെ അപ്പൻ വന്നാലും ഞാൻ തുറക്കത്തില്ല വാതിൽ. ഇവനെ ഞാൻ കരുട കൊണ്ട് മൂടുക. അവിടെ അപ്പൻ ന്യായം വിധിക്കാനല്ല പോയത്. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, അപ്പാ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിച്ചാൽ എൻ്റെ കഥ കഴിഞ്ഞു, നിൻ്റെ കരുണയുടെ ബഹത്വപ്രകാരം എന്നെ മൂടണമേ, എന്നാൽ ഞാൻ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമയാഗങ്ങളിലും പ്രസാദിക്കുമെന്ന്. ഇന്ന് പകൽ പറയണം, നമ്മളൊന്നും മിടുക്ക് കൂടിയിട്ടൊന്നും അല്ല ദൈവമക്കളെ, നിങ്ങളെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. ആരെ കൊണ്ട് ചെയ്യാൻ അനുവദിക്കാതെ പറയണം, ഐ ആം ഗോയിങ് ടു ഡു എ പോസ്റ്റ്മോർട്ടം ഫോർ മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ ഒന്ന് കീറിമുറിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അതിക്രമക്കാരുടെയും കൊള്ളക്കാരുടെയും ലംഘനക്കാരുടെയും പട്ടികയിൽ പിശാച് നമ്മുടെ പേരെഴുതിക്കുകയാണ്. കർത്താവിൻ്റെ മേലങ്കി എന്ന ആ തേജസ്സിൻ്റെ വസ്ത്രം കർത്താവ് മൂടിയിട്ട് പിതാവിനോട് പറയുക, പിതാവേ ഞാൻ അവനെ ഒളിപ്പിക്കുക. പഴയ നിയമകാലത്ത് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിക്കുന്നവൻ എത്ര വലിയവനാണെങ്കിലും ആ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലോ സങ്കേത നഗരങ്ങളിലോ അവൻ കയറിയിട്ടുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കണമെന്നൊരു നിയമമുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു എന്ന സങ്കേത നഗരത്തിൽ ഒളിച്ചിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ പറ, എൻ്റെ കഴിവും കൊണ്ടല്ല, ഞാൻ പലപ്പോഴും വിരോധമായി നിനക്കെതിരെ സംസാരിച്ചു, നിനക്കെതിരെ വിരൽ ചൂണ്ടി, എന്നാൽ നിന്റെ കരുണയുടെ പുതപ്പിൽ ഞാൻ മറച്ചു, നീ എന്നെ മറച്ചു.